60,000 രൂപയാണ് നമ്മൾ കൈമാറിയിട്ടുള്ളത്. അത് നമ്മൾ പണയം വെച്ചിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ട്. കുടുംബശ്രീ മുഖേനയാണ് ഇവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് രാവിലെ തന്നെ പണം, അതായത് 320 രൂപ കൊടുത്തിട്ട് ഇവർക്ക് മെമ്പർഷിപ്പ് എടുക്കണം. അപ്പോൾ അത് പിറ്റേ ദിവസം എടുക്കാമെന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഇവരെന്നെ നിർബന്ധിച്ചിട്ട് ഒരു ഷോപ്പിലാണ് എന്നെ കൊണ്ട് കൊടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഫോം പൂരിപ്പിച്ചിട്ട് 320 രൂപയും കൂടിയിട്ട് അവിടെ കൊണ്ടു കൊടുത്തു. ഫോട്ടോസും ആധാർ കാർഡും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ. അതിനുശേഷം പിന്നെ ഈ രമ എന്ന് പറയുന്നത് അവരാണ് നമ്മളെ കോർഡിനേറ്റർ വരുന്നത്. അപ്പോൾ അവർ നമ്മൾ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അവരെൻ്റെ വീട്ടിലെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എന്തായാലും വണ്ടി കിട്ടും, ഇത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് കാണിച്ചു തന്നു. ഇത്ര പേര് കൊടുത്തിട്ടുണ്ട്, ഇതിന് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായാലും കൊടുക്കാൻ കിട്ടും, പിന്നെ നിങ്ങൾ കൂടിയുള്ളവരെല്ലാം ചേർത്തോന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ഇവർ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ വെരിഫിക്കേഷൻ എന്നിട്ട് ഇവർ നമ്മളെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കുഞ്ഞ് ഇൻഫൻ്റാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ആ കുഞ്ഞിനെയും കൂട്ടിയിട്ടായിരുന്നു പോയിരുന്നത്. അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവർ നമ്മളെ വെയിലത്ത് നിർത്തിച്ചു. ഈ ടോക്കൺ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു, നീണ്ട ക്യൂ, 1000 പേരായിട്ടും വന്നിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പോൾ അതിൽ നമ്മൾ വന്നിട്ട് ടോക്കണെല്ലാം എടുത്ത് എന്നിട്ട് വൈകുന്നേരം വരെ നിന്നിട്ടാണ് വെരിഫിക്കേഷൻ. അതിന് തന്നെ 500 രൂപ നോട്ടറി ചാർജ് എന്ന് പറഞ്ഞിട്ട് അതും കൊടുത്ത് എന്നിട്ട് നമുക്ക് പ്രോമിസറി നോട്ടൊക്കെ തന്നു. ഇൻ കേസ് നമുക്ക് ആ ഒരു കൃത്യസമയത്ത് വണ്ടി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പണം തിരികെ തരുന്നുള്ള പ്രോമിസറി നോട്ടും തന്നു ഇവർ. പക്ഷെ നമ്മൾ എന്നിട്ട് അത് ആ ഒരു ടൈമായിട്ട് പെർട്ടിക്കുലർ ടൈമായിട്ട് നമുക്ക് കിട്ടാതെ നമ്മൾ ഇവരോട് ചോദിച്ചാലും വളരെ മോശമായ രീതിയിലാണ് ഇവർ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കോർഡിനേറ്റർമാർ രാജാമണിയും കോർഡിനേറ്ററായ രമ ഇവരൊക്കെ നമ്മളോട് വളരെ മോശമായ രീതിയിൽ, അതായത് പകുതി പൈസയല്ലേ നിങ്ങൾ അടക്കുന്നുള്ളൂ, ബാക്കിയുള്ള പൈസ നമ്മളെല്ലാം ഉണ്ടാക്കേണ്ടത്, നിങ്ങളെന്താണ് ഇങ്ങനെ വിളിച്ച് ഇതാക്കുന്നതെന്നുള്ള മറ്റേ ഇവർ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് സീഡ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പഞ്ചായത്തിൻ്റെ പേര് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഗ്രൂപ്പ് വരെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നോർമലായിട്ടുള്ള ആൾക്കാർ വിശ്വസിച്ച് പോകും. പിന്നെ ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് വില്ലേജ് പീപ്പിൾസിനെയാണ്, വില്ലേജിലെ സ്ത്രീകളാണ്. അതായത് പറ്റിക്കാൻ എളുപ്പമാണല്ലോ വില്ലേജിലെ സ്ത്രീകളാകുമ്പോൾ. അതിൽ ഇവർ ഉന്നയിച്ച കാര്യം എന്താണെന്നറിയോ, സ്ത്രീകളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് CSR ഫണ്ട് ഉപയോഗിച്ച് സ്ത്രീകൾക്ക് മാത്രം കൊടുക്കുന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മിക്ക സ്ത്രീകൾ ഇതിൽ പെട്ടിട്ടുള്ളത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുമില്ല. നമ്മൾ അനന്തകൃഷ്ണൻ അറിയുന്നത് പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ്. ശ്രീകണ്ഠാപുരത്ത് വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ട് പറഞ്ഞാൽ നമ്മളത് അത്ര വലിയ സ്റ്റേജിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. രാവിലെ തൊട്ട് ഉച്ചവരെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതായത് നമ്മൾ ഇതിൽ ചേരുന്നതിന് മുമ്പ് ഇവരായിട്ട് ഈ അനന്തകൃഷ്ണനായിട്ട് നമുക്കൊരു കണക്ഷനും ഉണ്ടായിരുന്നില്ല. നമുക്ക് കണക്ഷൻ ഉണ്ടായിരുന്നത് ഈ രാജാമണി, ഇവരൊക്കെ നാട്ടുകാരാണല്ലോ. അപ്പോൾ ഇവരെ ഇങ്ങനെ പറ്റിക്കുന്ന അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവർ നമ്മൾ അത്രയും പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ നേതാക്കന്മാർ പങ്കെടുത്തെന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠാപുരത്ത് ഒരു വെരിഫിക്കേഷൻ വെച്ചിനെന്ന് പറഞ്ഞില്ലേ, അതിൽ MLA സജീവ് ജോസഫ് സാർ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫിലോമിന ടീച്ചർ ഉണ്ടായിരുന്നു, മുനിസിപ്പൽ ചെയർമാൻ. അപ്പോൾ ഇവരൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു പിന്നെ എന്തായാലും ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് തന്നെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പണമെല്ലാം അടച്ചു. പിന്നെ നമ്മൾ ആ ഒരു കിട്ടാത്ത സമയത്ത് ഇവരെന്ത് ചെയ്തെന്നറിയോ, വാട്സപ്പ് ഗ്രൂപ്പൊക്കെ അഡ്മിൻ ഓൺലി, നിങ്ങൾ പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ അഡ്മിൻ ഓൺലി ആക്കി വെച്ചു. അതിനുശേഷം നമ്മൾ പേഴ്സണലി കോൺടാക്ട് ചെയ്ത സമയത്ത് വളരെ മോശമായിട്ട് നമ്മൾ ഫോൺ കട്ട് ചെയ്യുക, അവർ കോർഡിനേറ്റേഴ്സ് നമ്മൾ ഫോൺ കട്ട് ചെയ്യുക, നമ്മളോട് ചീത്ത വിളിക്കുക, ആ ഒരു രീതിയിലായിരുന്നു ഇവർ ബിഹേവ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ നമ്മളോട് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ആ ഒരു ഇത് തരും എന്നിട്ട് വേറൊരു ഡേറ്റ് പറഞ്ഞു, മാർച്ച് ഏതൊരു ഡേറ്റ് പറഞ്ഞു, മയ്യിൽ അതെ അല്ല മയ്യിൽ സ്കൂൾ ഗ്രൗണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൗണ്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നവംബർ 17 അതെ നവംബർ 17 മയ്യിൽ സ്കൂൾ ഗ്രൗണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ വണ്ടി തരും എന്നുള്ള രീതിയിൽ നമ്മളോട് കോർഡിനേറ്റർ പറഞ്ഞു. ബുക്ക് ചെയ്തു, നമ്മളൊക്കെ പോയിട്ട് സംസാരിച്ചിട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഇവർ ടോക്കൺ നമ്പർ തന്നു. അതായത് അതിലൊരു ആപ്പ് ഉണ്ട്, ഇവരെ സീഡ് സൊസൈറ്റിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നമ്മൾ കയറിയാൽ നമ്മൾ മൊബൈൽ നമ്പറും അടിച്ചു കൊടുത്താൽ നമുക്ക് ടോക്കൺ നമ്പർ കാണും. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന 14 ആയിരുന്നു. ഞാൻ ജൂപ്പിറ്ററിനാണ് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത്, എനിക്ക് കിട്ടിയത് നമ്പർ 14 ആണ്. എന്നിട്ടും ഇവർ തരാതിരിക്കുന്ന സമയത്ത് പിന്നെയാണ് ഈ അനന്തകൃഷ്ണൻ അറസ്റ്റ് ചെയ്തെന്നുള്ള വാർത്ത ഉണ്ട്. പിന്നെ നമ്മൾ ഇവരെ വിളിച്ചു, എന്നിട്ട് ഇവരൊന്നിനും തയ്യാറല്ല. അതിനുശേഷം ഈ ഗ്രൂപ്പൊക്കെ അഡ്മിൻ ഓൺലി ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും കൂടി മയിൽ പോലീസ് സ്റ്റേഷൻ. ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു സ്കൂട്ടറിന് 1 ലക്ഷം രൂപ വിലയായിരുന്നു. അപ്പോൾ ആദ്യം ഒരു സ്കൂട്ടർ എന്ന് പറയുമ്പോൾ എന്തായാലും തട്ടിപ്പാന്ന് മനസ്സിലാവില്ല എന്നുള്ള ഇല്ല, അതാണ് ജനങ്ങളെല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണത്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു പരസ്യം ചെയ്തതല്ല ഇത്. അതായത് ഒരു ഷോപ്പിൽ വെച്ചിട്ട് പാതി വിലക്ക് സ്കൂട്ടർ കൊടുക്കുന്നു എന്നുള്ള ആ ഒരു സമ്പ്രദായമല്ല ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവർ കുടുംബശ്രീ, ADS ഗ്രൂപ്പ് ഇങ്ങനെ തുടങ്ങിയ ഗ്രൂപ്പുകളിൽ, പഞ്ചായത്ത് തലത്തിലുള്ള ഗ്രൂപ്പുകളിൽ ചെന്നിട്ട് ഇതുപോലെ സ്ത്രീകൾ, ഈ വില്ലേജ് ആയിട്ടുള്ള സ്ത്രീകളെ
സ്ത്രീകൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് CSR ഫണ്ട് ഉപയോഗിച്ച് ഒരു NGO കോർപ്പറേഷൻ എന്ന നിലയിൽ CSR ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വാഹനം തരുന്നു എന്നുള്ള രീതിയിലാണ് ജനങ്ങളെ സമീപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഇവർ അതിന് മുന്നേ കൊടുത്തിട്ടുള്ള ഇവർ ഒരുപാട് വണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും അതിൽ പങ്കെടുത്തിട്ടുള്ളത് ആരൊക്കെയാണെന്ന് അറിയാം. MLA മാരും മന്ത്രിമാരും പഞ്ചായത്ത് മെമ്പർമാരൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിശ്വസിക്കുമല്ലോ. ഞാനൊക്കെ MBA ഗ്രാജുവേറ്റ് ആണ്. ഇതിൽ ഇങ്ങനെ വെറുതെ ഒന്നും അവിടെ പോയിട്ട് വീഴുന്നതല്ല. കാരണം നമ്മൾ ഇത്രയും PG ഒക്കെ ഉള്ള ആൾക്കാർ ഇതിൽ പെട്ടു പോകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അത്രയും ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ. ഓരോ പഞ്ചായത്ത് തലത്തിൽ ഇവർക്ക് ആളുകളുണ്ട്. അതായത് ഇവർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ രാജാമണി, അതിന് താഴെ കോർഡിനേറ്റേഴ്സ്, പ്രൊമോട്ടേഴ്സ്, ഇങ്ങനെ തരംതിരിച്ചിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ ജനങ്ങളെ ഓരോരാൾ സമീപിക്കുന്നത്. ഈ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന വിശ്വാസമുണ്ടോ? കിട്ടണം, അതാണ് നമ്മുടെ ഓരോരാളെ ആവശ്യം. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ആരും നമ്മുടെ കയ്യിലുള്ള പണം എടുത്തിട്ടല്ലല്ലോ തന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും പണയം വെച്ചിട്ടാണ്. കാരണം നമ്മളെന്ന് വെച്ചാൽ പ്രതീക്ഷിച്ചിരുന്നത് എന്തായിരുന്നെന്നറിയോ, നമുക്കൊരു ജോബിന് പോകുന്നുണ്ടെങ്കിൽ ഒരു വാഹനം ഉണ്ടായാൽ പിന്നെ തീർച്ചയായും നമുക്കതൊരു സപ്പോർട്ടീവാണ്. എന്ന് വെച്ചാൽ നമ്മളെ ഫാമിലിക്കായാലും നമുക്കായാലും ഒരു സപ്പോർട്ട്. എനിക്കൊരു കുഞ്ഞുണ്ട്, അപ്പോൾ ആ ഒരു കൃത്യസമയത്ത് വീട്ടിലെത്തുമല്ലോ. ഇങ്ങനെ ഒരു ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് കിട്ടുവാണെങ്കിൽ ഉപകാരപ്പെടുമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾക്ക് പണം അടച്ചിട്ടുണ്ടായിരുന്നത്.